കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തെ വിശുദ്ധീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. ശരിക്കും മറ്റുള്ളവരുടെ വാക്ക് കേൾക്കാൻ വേണ്ടിയിട്ടല്ല, അവരുടെ ഒരു പ്രശംസ ലഭിക്കാൻ വേണ്ടിയിട്ടല്ല, നേരെ മറിച്ച് അങ്ങയുടെ മുഖം പ്രസാദിക്കുന്ന വിധത്തിൽ ഞങ്ങളുടെ കുടുംബത്തിലൊരു വിശുദ്ധീകരണം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വചനം അതാണ് പറയണത്. ഇന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്ന ആളെ ഞാൻ നിങ്ങളുടെ ഇടയിൽ വലിയൊരു അത്ഭുതം പ്രവർത്തിക്കും. വിശുദ്ധീകരിക്കപ്പെടുന്ന മനുഷ്യരുടെ ജീവിതത്തിലൊക്കെ അത്ഭുതങ്ങളും അതിശയിപ്പിക്കുന്ന കാര്യങ്ങളുമാണ് പിന്നെ നടക്കണതെന്നറിയുന്നത്. പ്രിയപ്പെട്ടവർ, ഓരോരുത്തരും വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ ഉള്ളു ശുദ്ധമാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പറ്റിക്കാൻ എളുപ്പമെന്നേ. ഇന്നത്തെ കാലത്ത് ഏത് രീതിയിലും വേണമെങ്കിലും മനുഷ്യരെ പറ്റിച്ച് മുന്നോട്ട് പോകാനായിട്ട് എളുപ്പമാണ്. വിശുദ്ധനായിട്ടുള്ള ഒരാള്, വിശുദ്ധയായിട്ടുള്ള ഒരാള്, എന്തൊരു നന്മ നിറഞ്ഞൊരു മനുഷ്യൻ, എന്തൊരു കനിവുള്ള ഒരാള്, എത്രമാത്രം ജെന്റിലായിട്ടുള്ളൊരു മനുഷ്യൻ എന്നൊക്കെ മറ്റുള്ളവരെ പറ്റിക്കാനായിട്ട്, അവരെ വിശ്വസിപ്പിക്കാനായിട്ട് എളുപ്പമാണ്. പക്ഷെ ഓർക്കണം, കർത്താവ് കാണുന്നുണ്ട്. എൻ്റെ രഹസ്യ ജീവിതം വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഉള്ള് വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുക. അങ്ങിറങ്ങി വരണമേ. പരമപരിശുദ്ധിയുടെ വിളനിലമായ അങ്ങ് ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് വാസമായി ഞങ്ങളുടെ കുടുംബത്തെ എല്ലാ തിന്മകളിൽ നിന്നും വിശുദ്ധീകരിക്കാൻ മനസ്സുണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുക. അവിടുത്തെ വിശുദ്ധിയുടെ മുൻപിൽ നിന്ന് കരം കൂപ്പി കണ്ണീരൊഴുക്കി ഞങ്ങളുടെ ജീവിതം ഒന്ന് വിശുദ്ധീകരിക്കാൻ ഞങ്ങൾക്ക് മനസ്സ് തരണമേ, താഴ്മ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അറിഞ്ഞില്ലേ, ആ വിശുദ്ധീകരിക്കപ്പെട്ടിരുന്ന മനുഷ്യരിലേക്ക് ഇറങ്ങി വരുന്ന വലിയ സ്വർഗീയ അനുഗ്രഹങ്ങളുണ്ട്, ആശീർവാദമുണ്ട്. വിശുദ്ധീകരിക്കപ്പെടാനുള്ള ആഗ്രഹമെങ്കിലും ഉള്ളിൽ നിറച്ചുകൊണ്ട് പരമപരിശുദ്ധനായ കർത്താവിൻ്റെ തിരുമുൻപിൽ നമുക്ക് ആശീർവാദത്തിനായി മുട്ടുകൾ മടക്കാം.